അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഈ അമൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യണം. അതിന് സ്ഥലം കൊടുത്തവരുടെയും അതിന് പ്രവർത്തിച്ചവരുടെയും സഹകരിച്ചവരുടെയും എല്ലാവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ സദസ്സും എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി കഅബ ശരീഫാണ്. അത് മലക്കുകൾ മുഖേന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല നിർമ്മിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. ബക്ക എന്നും മക്ക എന്നും പറയുന്നത് ഒരേ പ്രദേശത്തിന്റെ രണ്ട് പേരുകളാണ്. ഖുർആനിൽ അല്ലാഹു തആല മക്ക എന്ന് ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ബക്ക എന്ന് വേറെ ചില സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ആ മഹത്തായ നാടിന്റെ പേരാണ്. അവിടെയുള്ള പള്ളിയാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി എന്നാണ്, ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ മഹത്തായ പള്ളി പിന്നീട് വെള്ളപ്പൊക്കത്താലും മറ്റും മലവെള്ളത്താലും മറ്റും കേടുവരികയും മറ്റും ചെയ്തിട്ടുണ്ട്. എത്ര വലിയ സ്ഥാനമുള്ള വസ്തുവിനും അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രകൃതിപരമായ മുസീബത്ത് സംഭവിക്കും എന്നതിന് അത് തെളിവാണ്. അപ്പൊ ചിലരുണ്ടല്ലോ ഇങ്ങനെ ആളുകളെ ഈമാൻ പൊക്കാൻ വേണ്ടി ചിലരിങ്ങനെ സംശയം ചോദിക്കും. സാധാരണ കട്ടുപോയാൽ പള്ളിൻ്റെ നേർച്ചപ്പെട്ടിയിലേക്ക് കട്ടുപോയ സാധനം തിരിച്ചിട്ടാൻ വേണ്ടി നേർച്ച, ആ നേർച്ചപ്പെട്ടി തന്നെ കട്ടുപോയാലോ, ആ നേർച്ചപ്പെട്ടിയുള്ള പൈസ തന്നെ കട്ടുപോയാലോ എന്ന് ഈമാനില്ലാത്തവർ സംശയം ചോദിക്കും. ഈമാനുള്ളവർക്ക് ആ സംശയം ഉണ്ടാവില്ല. കാരണം അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ അവൻ എവിടെയും അവൻ്റെ തീരുമാനം നടപ്പാക്കും. സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് യുദ്ധത്തിൽ പരിക്ക് പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഫനഫസ ഫീഹി സലാസ നഫസാത്ത്, 3 ഊത്ത് ആ മുറി ഉണങ്ങിപ്പോയി. അത് സഹീഹുൽ ബുഖാരിയിലും മറ്റുമുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രന്ഥങ്ങളിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടി രക്തം വന്നതും ബുഖാരിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതിനെതിരല്ല. അല്ലാഹുവിൻ്റെ തീരുമാനം എവിടെയും ആ തീരുമാനിച്ചതുപോലെ നടപ്പാവും. അതിൽപ്പെട്ടതാണ് കഅബ ശരീഫിന് മലവെള്ളം കൊണ്ട് കേടുവന്നു എന്ന് പറഞ്ഞത്. ഇരിക്കട്ടെ, ആ പള്ളി പിന്നീട് പലപ്പോഴും പുനർനിർമ്മാണങ്ങൾ നടന്നു. അതിൻ്റെ വലിയൊരു പുനർനിർമ്മാണം നടന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തനത്താലാണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അതിന് സഹകരിച്ചു കൊടുത്തത് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരാണ്, അമ്പിയാക്കളാണ്, അമ്പിയാക്കളിൽ പ്രഗത്ഭരാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നടത്തിയ ആ പ്രാർത്ഥന ഖുർആനിലുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ദുആ നടത്തുന്നത് ഞങ്ങളുടെ റബ്ബേ നീ ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ എന്നാണ്. ആ വെയിലത്തിരിക്കുന്നവർ ബാക്കോട്ട് അങ്ങോട്ട് മാറിയിരുന്നാലും വെറുതെ വെയിലുള്ളണ്ടല്ലോ. ആ പ്രായമുള്ള ആളൊക്കെ ബാക്കിൽ കസേര, വെയിലില്ലാത്ത കസേര ഉണ്ടല്ലോ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ, സ്വീകരിക്കണേ എന്നാണ് ദുആ. അപ്പൊ കഅബ ശരീഫാണെങ്കിൽ പോലും നിർമ്മിക്കുന്ന ആള് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലുള്ള ഏറ്റവും വലിയ സ്ഥാനമുള്ള നബിയാണെങ്കിൽ പോലും അള്ളാഹു കബൂൽ ചെയ്താൽ മാത്രമേ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത് നമ്മുടെ പള്ളി അള്ളാഹു സ്വീകരിച്ചു കിട്ടണം, കബൂൽ ചെയ്ത് കിട്ടണം. അള്ളാഹു തആല അതിന് സന്മനസ് കാണിച്ച നമ്മുടെ ഹിദായത്ത് മുഹമ്മദ് സാഹിബിൽ നിന്നും സ്ഥലം കൊടുത്തവരിൽ നിന്നും
പ്രവർത്തിച്ചവരിൽ നിന്നും എല്ലാവരിൽ നിന്നും അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മദീനത്തെ പള്ളി അത് ലോകത്ത് രണ്ടാമത്തെ ബഹുമാനത്തിൽ രണ്ടാമത്തെ പള്ളിയാണ്. ഏറ്റവും ബഹുമാനമുള്ള പള്ളി കഅബ ശരീഫിനോട് ചേർന്ന് നിൽക്കുന്ന മസ്ജിദുൽ ഹറാമാണ്. ആ മദീനത്തെ പള്ളി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ്. അതിനുവേണ്ടി സ്വഹാബത്ത് അധ്വാനിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. ആ മഹത്തായ പള്ളി പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വികസിപ്പിച്ചു. അങ്ങനെ വികസിപ്പിക്കുമ്പോൾ ആ പള്ളിക്ക് തേക്കിന്റെ മരം കൊണ്ടൊക്കെയുള്ള പണികൾ നടത്തി അത് വികസിപ്പിച്ചു. അപ്പോൾ ചിലർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലുള്ള പള്ളി അന്ന് അത്ര പവർ ഉണ്ടായിരുന്നില്ല, അഥവാ അത്ര മോടി ഉണ്ടായിരുന്നില്ല. നേരത്തെ ഇവിടെ ഒരു ചെറിയ പഴയ പള്ളി ഉണ്ടായിരുന്നു, അത് പൊളിച്ചു നിർമ്മിച്ചതാണ് ഈ പള്ളി. പഴയ പള്ളിയേക്കാൾ ഈ പള്ളിക്ക് കൂടുതൽ മോഡിഫിക്കേഷൻ ഉണ്ട്, ഭംഗിയുണ്ട്, കെട്ടുറപ്പുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പള്ളി നിർമ്മിച്ചപ്പോൾ ചിലരൊക്കെ അതിൽ ആക്ഷേപം പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചു കൊടുക്കും ലഹു, അദ്ദേഹത്തിന് മിസ്ലഹു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അതിനോട് തുല്യമായ സമാനമായത് അല്ലാഹു തആല നിർമ്മിച്ചു കൊടുക്കും എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പള്ളി പുനരുദ്ധരിച്ചതും പള്ളി വികസിപ്പിച്ചതും അത് മോടികൂട്ടിയതുമൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന്റെ ന്യായം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ പള്ളി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭവനമാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിന് കാലോചിതമായ ഭംഗിയും കെട്ടുറപ്പും ആവശ്യമാണ്. നമ്മുടെ വീടൊന്നും പഴയ കാലത്തെ പോലെയല്ല. ഇപ്പോൾ പഴയ വീടുകളൊക്കെ പൊളിച്ച് പുതിയ പുതിയ വീടുണ്ടാക്കുമ്പോൾ വളരെ സൗകര്യത്തിലും വിശാലതയിലും ഭംഗിയിലും നല്ല സൗന്ദര്യമുള്ള വീടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ വീടാണ്, നമ്മൾ താമസിക്കുന്ന വീട്. അള്ളാഹുവിന്റെ വീട് അള്ളാഹ് താമസിക്കുന്ന സ്ഥലമല്ല. അള്ളാഹുവിന് അങ്ങനെ താമസമൊന്നുമില്ല, അങ്ങനെ ഒരു സ്ഥലവും ഇല്ല. അള്ളാഹു സ്ഥലകാല അതീതനാണ്. സ്ഥലങ്ങളൊക്കെ അള്ളാഹു പടച്ചതാണ്. അത് പടക്കുന്നതിന് മുമ്പ് അള്ളുണ്ട്, ശേഷമുണ്ട്, എപ്പോഴും ഉണ്ട്. അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്താണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഒട്ടാകെ അള്ളാഹ് പരന്നെടുക്കുന്നു അങ്ങനെയും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില വ്യാജത്തരീകത്തുകാരൊക്കെ, പടച്ചവൻ ഇങ്ങനെ പരന്നെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെയും വിശ്വസിക്കാൻ പാടില്ല. അത് മുഅ്തസിലത്തിന്റെ പിഴച്ച വിശ്വാസമാണ്. അള്ളാഹുവിന് സ്ഥലമേ ഇല്ല, അങ്ങനെയല്ല മക്കാന ലഹു, അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിന്റെ വീട് എന്ന് പറയുന്നത് എന്തിനാണ്? ഒരാളുടെ വീട്ടിൽ പോയിട്ടൊരു കാര്യം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദരവും ബഹുമാനവും അംഗീകാരവും അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ പറയും, ഞാൻ പോകാനൊന്നും വിചാരിച്ചില്ല, വല്ലാത്ത ക്ഷീണം, പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറയും. അങ്ങനെ വീട്ടിൽ വന്നുകൊണ്ട് ഒരു വലിയൊരു ബഹുമാനമാണ്, ഒരു വലിയ അംഗീകാരമാണ്. അപ്പൊ അള്ളാഹുവിന്റെ വീട്ടിൽ ചെന്ന് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ വീട്ടിൽ പോയി നിസ്കരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിയിച്ചപ്പോ ആദ്യം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സമ്മതം കൊടുത്തുവെങ്കിലും തിരിച്ചു പോകുമ്പോൾ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ബാങ്ക് കേൾക്കാറുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ഫശ്ഹദ്, നിങ്ങൾ ജമാഅത്തിന് വരണം. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ്. എന്നിട്ട് പറഞ്ഞു, ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയുടെ അടുത്തുള്ള ആളുകൾക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരം ഇല്ല, അതുകൊണ്ട് പള്ളിയിൽ തന്നെ വരണം. അത്ര ഗൗരവമുള്ളതാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുകയെന്ന്. അതുകൊണ്ട് ഇതിന്റെ പരിസരങ്ങളിലുള്ളവരെല്ലാം ഞങ്ങൾക്ക് നല്ല ഭംഗിയുള്ള പള്ളി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ, ജമാഅത്തിന് കൃത്യമായി എല്ലാവരും ഇവിടെ എത്താൻ നോക്കണം.
അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ജോലിക്ക് പോയവരോ വേറെ ടൗണിലോ മറ്റോ ബിസിനസ് നടത്തുന്നവരോ അവർക്ക് ചിലപ്പോൾ ളുഹർ അസറൊക്കെ ചിലപ്പോൾ അവരിവിടെ ഇല്ലെങ്കിൽ വരാൻ കഴിയില്ല. എന്നാൽ ഉള്ള സമയത്ത് വീടുകളിലുള്ള പുരുഷന്മാരെല്ലാം പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ്. സാധാരണ പറയാറുണ്ട് 27 ഇരട്ടി കിട്ടും. 27 ഒന്നല്ല, അതിലൊക്കെ എത്രയോ ഇരട്ടി കിട്ടും. 27 എന്തായാലും കിട്ടും. അതിനേക്കാളും അപ്പുറവും കിട്ടുമെന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി കളയരുത്. 1-ന് 27 കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ടല്ലേ പലരും സൗദി അറേബ്യയിലും ഖത്തറിലൊക്കെ പോകുന്നത്. കാരണം അവിടുത്തെ 1-ന് 23 കിട്ടും. അതിനെ കാണാൻ കൂടുതൽ കിട്ടും. 1-ന് 27 കിട്ടും. അപ്പോൾ സൗദിയിലും ഖത്തറിലൊക്കെ പോകാൻ എന്തെല്ലാം അധ്വാനുണ്ട്. നാടും വീടും കുടുംബവും എല്ലാം വിട്ടു പോകണം. നിങ്ങൾ കണ്ടിട്ടില്ലേ വിദേശത്ത് പോകുന്ന പലരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞോണ്ടാ പോവുക. കണ്ടാൽ തോന്നുന്നു ഇവനെ നാട് കടത്തുന്നതാന്ന് തോന്നുന്നു. ഇവൻ തന്നെ എടുത്ത പണിയാണ്. വിസയൊക്കെ അവൻ തന്നെ വരുത്തിയതാണ്. വിസ കിട്ടാൻ വേണ്ടി കുറേ ദ്വാരിപ്പിച്ചതാണ്. ആ ടിക്കറ്റിന്റെ പൈസയൊക്കെ അവൻ തന്നെ കൊടുത്തതാണ്. അവൻ ഉദ്ദേശിച്ചിട്ട് തന്നെ പോകുന്നതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വീടും നാടും വിട്ട് പോകുമ്പോൾ ആരും കരഞ്ഞു പോകും. അല്ല പിന്നെ എപ്പോഴും ഇങ്ങനെ യാത്രയിലുള്ള ആളായിരിക്കണം. ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ എല്ലാപ്പോഴും യാത്രയാണ്. ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം വിദേശത്തേക്കല്ല പോകുന്നത്. എനിക്ക് ഇവിടെ തന്നെ കുറേ പണിയുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലേക്കാണ് പോകുന്നത്. എന്നാലും പിന്നെയും പോവും, ഇങ്ങനെ ഇടക്കിടക്ക് പോവും. അപ്പോ അങ്ങനെ പോകുമ്പോൾ പിന്നെ മനസ്സിന് വലിയ ബേജാറുണ്ടാവില്ല, സ്വാഭാവികമാണ്. ആ സമയത്ത് വിദേശത്തെല്ലാം പോകുമ്പോൾ സാധാരണ ആദ്യമായിട്ട് പോകുമ്പോൾ ഒക്കെ ഞാനും പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അത്രയും ദൂരങ്ങളിൽ പോയിട്ട് പലരും അധ്വാനിക്കുന്നത് അവിടെയുള്ള ഒരു ദിർഹമിന് ഒരു റിയാലിന് 20 or 23 ഇരട്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. ഇത് ഈ വിസ എടുക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട, പിന്നെ എയർപോർട്ടിൽ പോകണ്ട, ഒന്നും വേണ്ട. നമ്മുടെ തൊട്ട പള്ളിയിൽ ഇറങ്ങി വന്ന് നിസ്കരിച്ചാൽ മതി. എന്നാൽ തന്നെ 1-ന് 27 ഇരട്ടി ഏതായിരുന്നാലും അള്ളാഹു തരും. അതിനപ്പുറവും കിട്ടും. അതുകൊണ്ട് പള്ളിയിൽ വന്ന് തന്നെ പുരുഷന്മാർ നിസ്കരിക്കണം. സ്ത്രീകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈർ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നബി തങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കുന്നതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അല്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന മുസ്ലിം അല്ല. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ സദറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബിതങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം, മൂമിൻ. അല്ലാത്ത മൂമിൻ അല്ല സത്യം ചെയ്തിട്ടല്ല പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈർ എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാത്തവൻ ഈമാനുള്ളവനാവില്ല. അതുകൊണ്ട് പുത്തൻവാദികളെ പോലെ സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമാക്കോ ജമാഅത്തിനോ ഒന്നിനും പോകരുത്. പോകുന്ന പതിവ് സഹാബത്തിനില്ല. ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ശഫീ ഇമാം റളിയല്ലാഹു പറഞ്ഞ അങ്ങനെ ഒരൊറ്റ പെണ്ണ് റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ വെച്ച് സ്ത്രീകളും നിസ്കരിക്കണം, കൃത്യമായി നിസ്കരിക്കണം. പുരുഷന്മാര് പള്ളിയിൽ വന്ന് നിസ്കരിക്കും. അള്ളാഹു സ്ത്രീകൾക്ക് ചെയ്ത ഒരു ഇളവാണ്, സ്ത്രീകൾക്ക് ചെയ്തൊരു ആനുകൂല്യമാണ്. അവർ പള്ളിയിലേക്ക് വരണ്ട. ഒരു പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോകും. സ്വാഭാവികമായിട്ടും രാവിലെ സുബഹിക്ക്, ഉദാഹരണം പറഞ്ഞാൽ 5 മണിക്ക് സുബഹിയാണെങ്കിൽ ഒരു 4:45 ഒരു ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ ഒരു ഫോൺ ഇങ്ങനെ ലൈറ്റ് വിട്ട് ഇങ്ങനെ ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ പള്ളിയിലേക്ക് ഏത് വഴി കൂടി വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് അതേ പ്രായമുള്ള അല്ലെ 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടി രാവിലെ സുബഹിക്ക് ഒരു ഫോണും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ വരാണ്. അതിന്റെ മുസീബത്ത് പറയണോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് ഇളവ് ചെയ്തു. അവർ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പള്ളിയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അല്ലാഹു കൊടുക്കും. അള്ളാഹിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പണിയിലെടുക്കുന്നത്, അല്ല വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയൊന്നല്ല. അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കും. പള്ളി എന്ന് പറയുന്നത് സാധാരണ ഒരു സ്ഥലമല്ല, വലിയ ബഹുമാനമുള്ള സ്ഥലം. കടക്കുമ്പോൾ വലത്തേക്കാൽ എടുത്തു വെച്ച് കടക്കണം. ബിസ്മി ചൊല്ലണം, സലാത്തും സലാമും ചൊല്ലണം. എന്നിട്ട് പടച്ചവനോട് അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് കടക്കണം പള്ളിയിൽ. കാരണം ഇത് അല്ലാഹുവിന്റെ വീട്ടിൽ റഹ്മത്ത് ചൊരിക്കുന്ന സ്ഥലമാണ്.
പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, നിന്റെ ഔദാര്യത്തിൽ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകണം. കയറുമ്പോൾ വലത്തേക്കാലെടുത്ത് വെക്കണം, ഇറങ്ങുമ്പോൾ ഇടത്തേക്കാലെടുത്ത് വെച്ച് ഇറങ്ങണം. ആ പള്ളിയിൽ കയറിയാൽ പിന്നെ ഉടനെ തന്നെ ഇത്തികാഫിനെ കരുതണം. പള്ളിയിൽ നിൽക്കുക, പള്ളിയിൽ ഇരിക്കുക, പള്ളിയിൽ കിടക്കുക, ആകയാൽ പള്ളിയിൽ ഉണ്ടാവുക, അതാണ് ഇത്തികാഫ്. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ പള്ളിയിൽ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാണ് എന്ന ഉദ്ദേശത്തോടു കൂടി, അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ആ ഉദ്ദേശത്തോടു കൂടി അതിന് യജമാനരായ രാജാവിന്റെ വീട്ടിൽ പോയി കൂടുക, അള്ളാന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി. ആ നിയ്യത്തോടുകൂടി, അതാണ് ഇത്തികാഫ്. സാധാരണ നമ്മൾ ഇത്തികാഫ് ഇരിക്കുക എന്നാ പറയാ, അതൊരു പ്രയോഗമാണ്. പട്ടിണി കിടക്കുക എന്ന് പറയുന്നത്, രാത്രി ഒന്നും തിന്നാതെ അങ്ങനെ നിന്ന് നേരം പഠിപ്പിച്ച പട്ടിണി നിന്നു നേരം പറയൂല, പട്ടിണി കിടന്നു എന്ന് തന്നെയാ പറയാം. അതുപോലെ ഒരു പ്രയോഗമാണ് ഇത്തികാഫ് ഇരിക്കുക എന്ന് പറയുന്നത്. സംഗതി അള്ളാഹുവിന്റെ പള്ളിയിൽ ചെന്ന് നിൽക്കുക, പള്ളിയിൽ ഉണ്ടാവുക എന്നതാണ് ഇത്തികാഫ് കൊണ്ട് ഉദ്ദേശം. അതിന്റെ പുറമെ പള്ളിയിൽ കയറിയാൽ ഒരു 2 റകഅത്തെങ്കിലും നിസ്കരിക്കുക, അതിനാണ് തഹിയ്യത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് ആ തഹിയ്യത്ത് എന്ന നിയ്യത്തോടെ തന്നെ 2 റകഅത്ത് നിസ്കരിക്കാം. ഇനി അല്ല, ഇപ്പോ ഇനി അസറിന്റെ ബാങ്ക് കൊടുത്താൽ അസർ നിസ്കരിക്കുന്നതിന് മുമ്പ് 4 റകഅത്ത് സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ തന്നെ തഹിയ്യത്തിന്റെ കൂലി കിട്ടും എന്നാണ് പണ്ഡിതന്മാര് പലരും പറഞ്ഞത്. എന്നാൽ കൂലി പൂർണ്ണമായി കിട്ടണമെങ്കിൽ ആ സുന്നത്തിന്റെ കൂടെ തഹിയ്യത്തും കൂടി നിയ്യത്ത് വെക്കണം എന്നാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, സക്കറിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിയ്യത്തുണ്ടായ പരിപൂർണമായ പ്രതിഫലം കിട്ടി. നിയ്യത്തില്ലെങ്കിലും നിസ്കരിച്ചാൽ തന്നെ അതുകൊണ്ട് പ്രതിഫലം ലഭിക്കും, അല്ലെങ്കിൽ ആ കൽപ്പന വീടും. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ നമുക്ക് നിയ്യത്ത് ചെയ്യാം. ഇനി അല്ല ഫർദ് നിസ്കാരാണെങ്കിലും അതിന്റെ കൂടെ തഹിയ്യത്ത് കരുതാം. ഏതായാലും വേറൊരു നിസ്കാരത്തിന്റെ കൂടെ കൂട്ടിക്കരുതാൻ പറ്റുന്ന നിസ്കാരമാണ് തഹിയ്യത്ത്. വുളു എടുത്തു കഴിഞ്ഞാൽ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്ത്, അതും ഇതുപോലെ വേറെ ഒരു നിസ്കാരത്തിന്റെ കൂടെ ചേർത്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരം. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ വുളു എടുത്തു, എന്നിട്ട് അസറിന് പള്ളിയിലേക്ക് കിടക്കുമ്പോ അസറിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോ വുളുവിന്റെ സുന്നത്തും തഹിയ്യത്ത് എന്ന സുന്നത്തും അസറിന് മുമ്പുള്ള സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ 2 റകഅത്ത് കൊണ്ട് 6 റകഅത്തിന്റെ കൂലി കിട്ടും. അസറിന് മുമ്പ് 4 റകഅത്താണ് സുന്നത്ത്, 2 റകഅത്തും കൂടി നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ് 4 ആയി. 2 നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും. 4 അസറിന് മുമ്പുള്ള സുന്നത്ത്, ളുഹറിന് മുമ്പും 4. 2 വളരെ പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. മൻ സല്ലാ അർബഅൻ ഖബ്ല അൽ-ളുഹ്രി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ളുഹറിന് മുമ്പ് 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗ്ഗത്തിലുള്ള വീട് കൊടുക്കും, ഹദീസിലുണ്ട്. പള്ളി നിർമ്മിച്ചാൽ അല്ലാഹു വീട് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ആ ഹദീസും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ളുഹറിന് മുമ്പ് ഒരു 4 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നോക്കണം. ളുഹറിന്റെ ശേഷവും ഒരു 4 റകഅത്ത് സുന്നത്ത്. എല്ലാ നിസ്കാരത്തിനും മുമ്പ്, ഫർദ് നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കാരം. സുബ്ഹിക്ക് മുമ്പ് 2, ഇശാഇന് മുമ്പ് 2, മഗ്രിബിന് മുമ്പ് 2. ശേഷമുള്ള നിസ്കാരം ളുഹറിന് ശേഷം ഉണ്ട് 4, അസറിന് ശേഷം ഇല്ല. മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, സുബ്ഹിക്ക് ശേഷം ഇല്ല. 2 നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ല. ഏതായിരുന്നാലും നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം. പള്ളിയിൽ അനാവശ്യമൊന്നും സംസാരിക്കരുത്. മൻ അൻസദ ളാല്ലത്തൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ഒരാള് എന്റെ ബാച്ച് വീണ് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. അത് മുറ്റത്തിറങ്ങിയിട്ട് ചോദിച്ചാൽ മതി, പള്ളിയിൽ ചോദിക്കണ്ട. അങ്ങനെ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനോട് പറയണം ലാ റദ്ദഹല്ലാഹു ലക്, അല്ലാഹു അത് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്നാണ് അതിന്റെ ഒരർത്ഥം. കാരണം പള്ളി നിന്റെ വീണുപോയ സാധനം അന്വേഷിക്കാനുള്ള സ്ഥലമല്ല. ഇനി അവിടെ വേറൊരർത്ഥമുണ്ട് ആ ഹദീസിന്, ലാ ഇനി മേലിൽ ഇങ്ങനെ ചോദിക്കരുത്, റദ്ദഹല്ലാഹു ലക, അത് അല്ലാഹു തിരിച്ചു തരട്ടെ, അങ്ങനെയും അതിനർത്ഥമുണ്ട്. ഏതായാലും പള്ളി നമുക്ക് വീണുപോയി ചോദിക്കാനുള്ള സ്ഥലമല്ല. പള്ളിയിൽ രാഷ്ട്രീയം കടത്താൻ പാടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ നാടാണ്. പല പാർട്ടിക്കാരും, അത് മുസ്ലിമിന്റെ പേരിലുണ്ട്, അമുസ്ലിമിന്റെ പേരിലുണ്ട്, എല്ലാവരും കൂടിയിട്ടുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. ഏതായാലും ഒരു രാഷ്ട്രീയവും പള്ളി കയറ്റാൻ പാടില്ല. പള്ളിയിൽ ഇബാദത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്. പള്ളി എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ, അതേപോലെ ഖുർആൻ ഓതാൻ, സലാത്ത് ചൊല്ലാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് മൗലിദ് ഓതാൻ, അതുപോലെ ദിക്റ് ചൊല്ലാൻ, അങ്ങനെയുള്ള സ്ഥലമാണ് പള്ളി. ഇൽമു പഠിപ്പിക്കാൻ, ഇൽമു കേൾക്കാൻ, അങ്ങനെയുള്ള നല്ല കാര്യത്തിന് വേണ്ടിയല്ലാതെ, പുണ്യകാര്യത്തിന് വേണ്ടിയല്ലാതെ പള്ളി ഒരിക്കലും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പള്ളി
ദുനിയാവിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, ആഖിറത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ബോധം നമുക്കെല്ലാവർക്കും. എൻ്റെ നാട്ടിൻ്റെ അടുത്ത് അവിടെ തലശ്ശേരിക്കടുത്ത് ഒരു പഴയ പള്ളി, ഏകദേശം 1000-ഓളം കൊല്ലം പഴക്കമുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു പള്ളി, വലിയൊരു മഹാൻ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു കൂഫയിൽ നിന്ന് വന്നതാ. അപ്പോ അവിടെ പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പാർട്ടി, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി രണ്ടായി പിരിഞ്ഞിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം, ഇങ്ങനെ രണ്ട് പാർട്ടിയായി പിരിഞ്ഞു. അപ്പൊ ഒരു ലീഗിന്റെ ചിഹ്നം കോണിയാണ്, മറ്റേ ലീഗിന്റെ ചിഹ്നം തോണിയാണ്. തോണി എന്ന് പറഞ്ഞാൽ ഇവിടെ കർണാടകയിൽ മനസ്സിലാവുന്നില്ല, തോണി. അപ്പൊ ആ പള്ളിന്റെ കമ്മിറ്റിക്കാര് ഈ തോണി ചിഹ്നമായ ലീഗിന്റെ ആൾക്കാരാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, പള്ളിന്റെ മുമ്പിൽ തോണിയുടെ ആകൃതിയിൽ ഒരു ഹൗസ് ഉണ്ടാക്കി. കാരണം അത് കണ്ടാൽ അവരെ ചിഹ്നം ഓർമ്മയാവും. ഇപ്പൊ അത് പൊളിച്ചുപോയി തോന്നുന്നു. ആ പാർട്ടി തന്നെ പിരിച്ചു വിട്ടുപോയി. അത് രണ്ടും കൂടി ലയിച്ചിന്. പിന്നെ ഇങ്ങനത്തെ കക്ഷി രാഷ്ട്രീയം പള്ളിയിലും മദ്രസയിലൊന്നും കൊണ്ടുവരരുത് എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ കാര്യമൊക്കെ അതിന്റെ ഓഫീസിലും അതിന്റെ പരിപാടിയിലൊക്കെ ആയിട്ട് പോയിക്കോളാം. രാഷ്ട്രീയം പള്ളിയിലും മദ്രസയിലും കടത്താൻ പാടില്ല. അത് കടത്തിയാൽ നമ്മളെ ദീനിന് വലിയ ഫസാദ് ഉണ്ടാവും, വലിയ ഫസാദ് സംഭവിക്കും. അതുകൊണ്ട് അതൊരിക്കലും രാഷ്ട്രീയം പള്ളിയിലും മദ്രസയിലും കടത്തരുത്. ഇസ്തിരിപ്പെട്ടി എന്നൊരു സാധനം മനസ്സിലാവും. ഇസ്തിരിപ്പെട്ടി, അയൺ ഈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം, നല്ല സാധനമാണ്. നമ്മുടെ കുപ്പായവും തുണിയൊക്കെ ചുളിയാതിരിക്കാൻ അത് നല്ല ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല കടകടാന്ന് പറഞ്ഞ് നിൽക്കും. നല്ല സന്തോഷമാണ്, നല്ലതാണ്. പക്ഷേ അതെവിടെ, അത് കുപ്പായത്തിന്റെ മേലെയും തുണീന്റെ മേലൊക്കെ വെക്കാനുള്ളതാണ് ഇസ്തിരിപ്പെട്ടി. അതൊരിക്കലും എല്ലാ ചുളിയും നീർക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാതെ വിചാരിക്കാം. ഉദാഹരണത്തിന് ഉമ്മാമാന്റെ മുഖം വല്ലാണ്ട് ചുളിഞ്ഞിട്ട്, അപ്പൊ ഉമ്മാമാന്റെ മുഖം ചുളിഞ്ഞത് നീർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇസ്തിരിപ്പെട്ടി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, വെക്കാൻ പാടില്ല. ഓരോന്നിന്റെ ബഹുമാനം പ്രകടിപ്പിക്കണം. അത് ഇസ്തിരിപ്പെട്ടി നല്ല തന്നെയാണ്, അതിന് കുഴപ്പമൊന്നും. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി അവർ പോവും, ഓരോ പ്രവർത്തനം നടത്തിക്കോട്ടെ. നമ്മൾക്കത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ രാഷ്ട്രീയ പാർട്ടിന്റെ ആളല്ലല്ലോ. അതേസമയം ആ രാഷ്ട്രീയം നമ്മുടെ ദീനിലേക്ക് കടത്തിക്കൊണ്ടുവന്നാൽ ദീനിന്റെ പ്രവർത്തനത്തിനൊക്കെ ദോഷം സംഭവിക്കും. ഒരു പാർട്ടിക്കാരനെ ഇഷ്ടപ്പെടുമ്പോൾ വേറൊരു പാർട്ടിക്കാരനെ ഇഷ്ടപ്പെടൂല. ഒരുത്തന്നെ ക്ഷണിക്കുമ്പോൾ മറ്റൊന്നും ക്ഷണിച്ചില്ല, മറ്റൊന്നും വന്നില്ല, ഇവൻ വന്നു, ഭയങ്കര പ്രശ്നമായിരിക്കും. ഒക്കെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാവും. അതുപോലെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും പള്ളിയിലും മദ്രസയിലും ദീനീ സ്ഥാപനങ്ങളിലും കയറ്റരുത്. മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മുടെ ദീനീ പ്രവർത്തനം നടത്തുക. അപ്പൊ രാഷ്ട്രീയം പള്ളിയിൽ വെച്ച് പറയരുത് ഞാൻ പറഞ്ഞു. പള്ളി നിക്കാഹിന് നല്ല സ്ഥലമാണ്. നിക്കാഹ് പള്ളിയിലാകുന്നത് നല്ലതാണെന്ന് കിതാബിലൊക്കെ ഉണ്ട്. അത് വെള്ളിയാഴ്ച രാവിലെ ആയാലും നല്ലതാണ്, വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലായാലും ഒക്കെ നല്ലതാണ് എന്റെ കിതാബിൽ. പക്ഷെ നിക്കാഹിൽ വന്ന ആളുകൾ പള്ളിയിൽ നിന്ന് ഒട്ടാകെ വർത്താനം പറഞ്ഞിട്ട് പള്ളിയുള്ള ബഹുമാനം കുറക്കെങ്കിൽ പിന്നെ പുറത്തുനിന്ന് തിന്നാക്കലാണ്. പള്ളിന്റെ ബഹുമാനം കുറക്കാൻ പാടില്ല. പള്ളിയുടേതായ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പള്ളി കൊണ്ടുപോകും. പള്ളിയുടെ ഭരണാധികാരികൾ മറ്റങ്ങനൊന്നുമില്ല. ഞാൻ കുറെ പള്ളിയുടെ അൽഹംദുലില്ലാ നിങ്ങളെപ്പോലത്തെ പല മോമിനികളുടെയും സഹായം കൊണ്ട് 100-ലധികം പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. സിറാജുൽ ഹുദയുടെ നേതൃത്വം. അതിൽ പലതിന്റെയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ ഭരണാധികാരിയാണ് എന്നല്ല. അള്ളാന്റെ വീടാണെന്നില്ല, അള്ളാന്റെ വീട് ഞാൻ ഭരിക്കുകയെ നല്ല കോളായി. അപ്പൊ ഒരിക്കലും അള്ളാഹുവിന്റെ വീട്ടിന്റെ ഭരണാധികാരികളല്ല കമ്മിറ്റിക്കാർ, പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും. പിന്നെ ആരാ? അള്ളാഹുവിന്റെ പള്ളിയുടെ വീട്ടിന്റെ ഖാദിമീങ്ങളാണ്, അതിന് സേവനം ചെയ്യുന്നവരാ. പള്ളിയിൽ പൈപ്പിൽ വെള്ളമുണ്ടോ, മെഹ്റാബിൽ പല്ലിക്കാട്ടുണ്ടോ, അതേപോലെ തന്നെ പള്ളിയിൽ കറണ്ട് ഉണ്ടോ, പള്ളിയിൽ ബാങ്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അതൊക്കെ ആലോചിച്ച് വേണ്ട ഖിദ്മത്ത് ചെയ്യുന്നവരാണ് പള്ളിയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും. പള്ളിയുടെ സമീപത്തുള്ള മൂത്രപ്പുരണ്ടാവും, അതല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. പലപ്പോഴും നമ്മളെ വീട്ടിലെ ബാത്റൂമിൽ കയറിയ വാഷ്റൂമിൽ കയറിയ നല്ല
നീറ്റിലാണ് അവിടുത്തെ ക്ലോസറ്റും അവിടുത്തെ ടൈൽസും ഒക്കെ. പള്ളീൻ്റെതോ പള്ളി ഉദ്ഘാടനം ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പള്ളീന്റെ ബാത്റൂമിൽ കയറി നോക്കിയാൽ വെളുത്ത ക്ലോസറ്റ് മഞ്ഞപ്പുത്തം പിടിച്ചിട്ടുണ്ടാവും, മഞ്ഞ കളറായിട്ടുണ്ടാവും. ഒരാളും വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെയാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂന്ന് വിളിച്ചിട്ട് വന്ന അതിഥികളാ, അള്ളാന്റെ അതിഥികളാ പള്ളിയിൽ വരുന്നത്. അവര് വരുമ്പോ അവരുപയോഗിക്കുന്ന ബാത്റൂം നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് കമ്മിറ്റിക്കാർ നോക്കണം. അത് വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശമ്പളം കൊടുത്ത് നിർത്തിയാൽ പോരാ, ആ ശമ്പളം കൊടുത്ത ആള് കൃത്യമായി ഡ്യൂട്ടി എടുക്കുന്നുണ്ടോ നോക്കണം. അത് ഈ കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തം. അതാണ് ഖിദ്മത്ത് എന്ന് ഞാൻ പറഞ്ഞു. പള്ളിയുടെ സേവനമാണ്, അല്ലാതെ ഭരണാധികാരിയല്ല. നമ്മൾ ആരും അള്ളാഹുവിന്റെ വീട് ഭരിക്കാൻ മാത്രമായിട്ടില്ല, അള്ളാഹുവിന്റെ വീട്ടിന് സേവനം ചെയ്യുന്നവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നു. പള്ളിയുടെ ചുമര് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ പള്ളിയാ. അതാരോ തുപ്പുന്ന സമയത്ത് ആ ഈത്തപ്പന മട്ടലിന്റെ മേലെ കഫം ആയിട്ടുണ്ട്. നബി തങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുഖമാകെ അങ്ങോട്ട് വിവരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരലിന്റെ കഷ്ണെടുത്ത് സ്വന്തം ശരീരം കൊണ്ടത് ചുരണ്ടിക്കളഞ്ഞു എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അവിടെ ആരെയും കാത്തു നിന്നിട്ടൊന്നുമില്ല, ശിഷ്യന്മാരൊന്നും വിളിച്ചിട്ടില്ല. മറിച്ച് അവിടുത്തെ കൈ കൊണ്ടതങ്ങ് ചുരണ്ടിക്കളഞ്ഞു. അള്ളാന്റെ വീട്ടിന് ഖിദ്മത്ത് ചെയ്യാണ്. അള്ളാന്റെ വീട്ടിന് അടിമയായ ഞാൻ ഉടമസ്ഥനായ റബ്ബിന്റെ വീടിന് അത് വൃത്തിയാക്കുന്നുണ്ട്. വലിയ അഭിമാനമാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കാണുന്നില്ല. അത് ആരാണത്? കാന യഖുമുൽ മസ്ജിദ്, പള്ളി അടിച്ചു വരുന്ന ആളാണ്. നബി നിങ്ങൾ ചോദിച്ച ആളുടെ ഇവിടെ പോയി, ആള് മരിച്ചുപോയി. എന്തേ അഫലാ അദൻതുമുനി, നിങ്ങളെന്താ എന്നോട് ആരും പറയാതിരുന്നത്? അയാൾ മരിച്ചിട്ട്. നബി അയാൾ മരിച്ചു, അയാളെ ഖബറടക്കി. തങ്ങളെ ഉറക്കിൽ ബുദ്ധിമുട്ടിക്കണ വെച്ചതാ. നബി സല്ലല്ലാഹു ദുല്ലൂനി അലാ ഖബരി, അയാളെ ഖബർ കാണിച്ചു തരണോന്ന് പറഞ്ഞു. നബി തങ്ങൾ പോയിട്ട് ഖബറുമ്പൽ തിന്നിട്ട് നിസ്കരിച്ചു, മയ്യിത്ത് നിസ്കരിച്ചു ഖബറുങ്കൽ വെച്ച്. കാരണം പള്ളി അടിച്ചു വരുന്ന ആളാ, അയാൾക്ക് വലിയ ബഹുമാന. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. പള്ളി വൃത്തിയാക്കിയാൽ ആ വകയിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമാണ്. അത് മടിക്കേണ്ട സംഗതിയല്ല. പള്ളിയിൽ പല്ലിക്കാട്ടം കണ്ടാൽ ഒരാളെയും കാത്തിക്കാൻ പറ്റില്ല. കണ്ട ഉടനെ എടുത്ത് നീക്കൽ വുജൂബ, ഒരാളെയും കാത്തിക്കാൻ പറ്റില്ല. പള്ളി അത്രയും ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ്. ആ ബോധം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്, നേരത്തെ ഉസ്താദ് അവர்கள் പറഞ്ഞ പോലെ റജബ് മാസം പറഞ്ഞു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവന്റെ കാരുണ്യം ചെയ്യട്ടെ. ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ഇനി ശഅബാനും റമദാനും ഒക്കെ വരാനിരിക്കുന്നു. അതിനെയൊക്കെ സ്വാഗതം ചെയ്യാനും യാത്രയേക്കാനും ജീവിതത്തിൽ പലതവണ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് നമ്മൾ ജീവിതം ശുദ്ധമാക്കണം. ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളിൽ പടച്ചവനോട് മാപ്പ് പറയണം. അമലുകൾ കുറഞ്ഞു പോയതിനും തെറ്റുകൾ വന്നുപോയതിനും പടച്ച റബ്ബിനോട് മാപ്പ് പറയണം. ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തഹിരീൻ. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ശുദ്ധിയോടുകൂടെ. മനസ്സിൽ അഹങ്കാരവും അസൂയയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. മനസ്സും ശുദ്ധിയാകണം, ശരീരവും ശുദ്ധിയാകണം, സ്വഭാവം ശുദ്ധിയാകണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നല്ല സ്വഭാവമുള്ളവരാണ്. അങ്ങനെ നല്ലവരായി ജീവിച്ച് മരിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരോട് നല്ല പെരുമാറ്റമാകണം. കുടുംബ ബന്ധം ചേർക്കണം. ഉമ്മബാപ്പയെ വല്ലാതെ പരിഗണിക്കണം, ബഹുമാനിക്കണം. പണ്ഡിതന്മാരെ ആദരിക്കണം. ഒരു പണ്ഡിതനെയും ഒരു സംഘടനയുടെ പേരിലും ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുകയോ ചീത്ത പറയുകയോ അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യരുത്. നമ്മൾ ഏതെങ്കിലും ഒരാൾ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാവും, അതിൽപ്പെട്ട ആലിമിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്, അല്ലാത്ത ആലിമീങ്ങളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. നമ്മൾ എന്തിനാ അതിലൊക്കെ ഇടപെടാൻ പോകണം? നമ്മൾ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തർക്കുഹു മാലാ യഅനി, ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക. അത് ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ അതിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടരുത്. മനുഷ്യന്മാർക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാരപ്പെടുത്തുക, അതിലൊക്കെ വലിയ ഹരാണ്. ശൈത്താൻ ഇങ്ങനെ ഹരണ്ടാക്കാണ്. നമ്മൾ ആഖിറ നഷ്ടപ്പെടുന്ന പരിപാടിയാണ്. നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും കിടക്കരുത്. കിട്ടുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് കൂടുതൽ പറയാൻ നോക്കണം. ഒരു അൽഹംദുലില്ലാഹ് കൂടുതൽ പറയാൻ നോക്കണം. ഒരു അല്ലാഹു അക്ബർ കൂടുതൽ പറയാൻ നോക്കണം. ഒരു സലാത്ത് കൂടുതൽ ചൊല്ലാൻ നോക്കണം. ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നോക്കണം. അല്ലാഹു തന്ന സമയങ്ങൾ അത് നമ്മുടെ മുതലാ. അതിങ്ങനെ കഴിഞ്ഞു പോവാണ്. ഓരോ സമയത്ത് ന്യൂ ഇയർ വന്നു, ജനുവരി 1 തലേന്ന് രാത്രി പൊട്ടോട് പൊട്ടു.
പിന്നെ കുറെ ആള് കള്ളുടിക്കൽ. എന്തിന്? ന്യൂ ഇയർ വന്നു. അല്പ ചിന്ത ഉണ്ടെങ്കിൽ ആലോചിച്ചൂടെ? കാരണം നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞു പോയനാ നീ സന്തോഷിക്കുന്നത്. നിനക്ക് നേരത്തെ തീരുമാനിച്ച് 60 വയസ്സാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നേരത്തെ 35 ഉണ്ടായിരുന്നു. 36ാമത്തെ കൊല്ലം കഴിയുമ്പോ നിന്റെ 36 കഴിഞ്ഞ് ഇനി കുറഞ്ഞ കാലം. ഇങ്ങനെ ഓരോ കൊല്ലവും കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു പോവാണ്, ജീവിതം കുറയാണ്. നമുക്കല്ല സന്തോഷം ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നതിലായിരിക്കണം സന്തോഷം. നമ്മൾ വെറുതെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് അല്ല, ആ കഴിഞ്ഞ കൊല്ലം ധാരാളം അമല് ചെയ്തു, ധാരാളം സലാത്ത് ചൊല്ലി, പണ്ടത്തേനേക്കാളെല്ലാം കൂടുതൽ ഒരുപാട് നല്ല കാര്യം ചെയ്തു, അതിലാണ് സന്തോഷം. അൽഹംദുലില്ലാഹ്, ഓക്കെ. അല്ലാതെ ദുനിയാവിന് വേണ്ടിയല്ല സന്തോഷിക്കേണ്ടത്. നമ്മൾ മരിച്ചു പോകുന്ന ശരീരമാണ് എന്ന് നല്ല ബോധം വേണം. നിങ്ങളുടെ അടുക്കലുള്ള ഒക്കെ തീർന്നു പോകും, അള്ളാഹുവിന്റെ അടുക്കലുള്ള എന്നും നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ലോകം കിട്ടണം, അതിന് ഈമാനോടെ മരിക്കണം, തഖ്വയോടെ ജീവിക്കണം. നമ്മൾ മനസ്സിൽ ആരോടും വിദ്വേഷവും വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നു. നല്ല മനസ്സോടുകൂടെ ആഖിറം ചിന്തിച്ച് ജീവിക്കാൻ കഴിയണം. അതേ സമയത്ത് ബിസിനസ് നടത്തണം, ജോലി എടുക്കണം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചോദനം നൽകിയ കാര്യങ്ങളാണ്. അധ്വാനിച്ച് ജോലിയെടുത്ത് ജീവിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവനില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ നല്ല ബിസിനസ്, വിശ്വസ്തനായി, കള്ളത്തരൊന്നും ചെയ്യാതെ വിശ്വസ്തനായി സത്യവാനായി ബിസിനസ് നടത്തുന്നവൻ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും എല്ലാം കൂടെയാണ്. അതൊക്കെ ചെയ്യാം, അതൊക്കെ ഹക്ക് നന്നായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. വേറൊരുത്തന്റെ ഒരു നയാകാശ് പോലും നമ്മുടെ കയ്യിലായി പോകരുത്, ഒരു സ്ഥാപനത്തിനോ നമ്മുടെ കയ്യിലായി പോകരുത്. വളരെ ശ്രദ്ധിച്ച് അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടുകൂടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും, ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കും, പള്ളി നിർമ്മിച്ചവർക്കും, സ്ഥലം കൊടുത്തവർക്കും, സഹായിച്ചവർക്കും, സഹകരിച്ചവർക്കും, പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമിനായ റബ്ബേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന് അന അവ്വലു മൻ യുഹരികു ഹൽഖൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് ഞാനാണ് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കാരണമാകുന്ന വിധം ഈ പള്ളിയും പള്ളി ഉദ്ഘാടനവും നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ മാത്രം ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. ഈ പ്രദേശത്തും ഈ ജമാഅത്തിലും ഈ മഹല്ലത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എല്ലാ ജനങ്ങൾക്കും സർവ്വ ഖൈറും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, തഖ്വയോടെയുള്ള ജീവിതം തന്ന് ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ നിന്നും മരണപ്പെട്ടു പോയവർ, പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ പള്ളി അത് നിർമ്മിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അതിന് സഹായം നൽകിയവർ, സ്ഥലം കൊടുത്തവർ മുതൽക്ക് അള്ളാഹുവെ ഞങ്ങളെ മുൻഗാമികളായി മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ എത്രയോ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാ, എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ കാവൽ നൽകണേ അല്ലാ. എപ്പോഴും വളരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഉമറാക്കളിൽപ്പെട്ട ഒരു പ്രഗത്ഭ വ്യക്തി, അദ്ദേഹത്തിന് 2 ദിവസം മുമ്പ് ഇതിന്റെ പരിസരത്ത് ഒരു വലിയ മുസീബത്തുണ്ടായി. അല്ലാഹുവേ, അതിന് വലിയ പ്രതിഫലം നീ അദ്ദേഹത്തിന് നൽകുകയും അതിന്റെ സത്യാവസ്ഥ നീ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം റഹ്മാനെ. ഖൈറായത് അദ്ദേഹത്തിനും സർവ്വ ഉമറാക്കൾക്കും മുഅ്മിനീങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും നീ ഖൈറായത് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഷർറുകൾ, മുസീബത്തുകളെല്ലാം ആഖിറത്തിൽ കൂലി കിട്ടാൻ കാരണമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്കതൊന്നും താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് മുസീബത്തുകളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. വളരെ ദീർഘനേരം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തന്നു.
അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും സംരംഭങ്ങളും അള്ളാഹു താല വൻ വിജയമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ നാട്ടിലേക്ക് ഉസ്താദ് വന്ന് നമ്മെ സന്തോഷിച്ചതിന് വേണ്ടി ഉസ്താദ് അവറുകൾക്ക് നന്ദി അറിയിച്ചു. മറ്റെല്ലാ ഉസ്താദുമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാര ശേഷം ബുർദ മജ്ലിസ് ഉണ്ട്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കേസറോഡ് ഉസ്താദിൻ്റെ